Hello guys, this is Abhi again. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് the much awaited trailer is out, which is none other than L2E എമ്പുരാൻ. എമ്പുരാൻ്റെ ട്രെയിലർ ഔട്ടായി കഴിഞ്ഞു. I know there's been a lot of problems with the movie. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നായിരുന്നു അവസാനത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളത്തേക്ക് പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു, ഇൻ്റർവ്യൂസും ഒന്നുമില്ല. ഐ വാസ് എക്സ്പെക്ടിങ് എ ലോട്ട് ടു ബി ഓണസ്റ്റ്. പക്ഷേ ഒന്നും കാണില്ലായിരുന്നു. അപ്പം പിന്നെ there were a lot of rumors. എന്തായത് somewhere saying that is this some sort of a new strategy which is to promote the movie. എന്നിട്ട് പിന്നെയാണ് മനസ്സിലായത് ലൈക്ക പ്രൊഡക്ഷൻസ് അവരുടെ ഫസ്റ്റ് ഒരു മലയാളം പ്രൊജക്റ്റ് ആയിരുന്നു, അതിലിരുന്ന് പിന്മാറി എന്നുള്ള ഒരു ന്യൂസ് കേട്ടു. പിന്നെ ഗോകുല മൂവീസ് ഈസ് കമ്മിങ് ഇൻ. അങ്ങനെ എന്തായാലും ട്രെയിലർ വന്നു. നമുക്ക് ലെറ്റ്സ് ജംപ് ഇൻ ദ വീഡിയോ. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ. പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं होते, पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. 5, 4, 3. उसकी आंखें सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്. തമോ 666. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ മോനെ, ആ കണ്ണുകൾ. ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ട് എപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. Face the world, Abraham. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. So Stephen, come back. Save your land. Save God's own country. But answer this one question. Who are you really? ഫ്രെയിം മച്ചാനെ, ഫ്രെയിം. ഓളി. എന്താ പറയുക, ഗൂസ് ബംസ് മാൻസ്. ലാലേട്ടനെ കാണിച്ച സീനൊക്കെ സത്യം ഒരു ഗൂസ് ബംസ് ഫീലായിരുന്നു. എൻട്രി, ലാലേട്ടൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ
എനിക്ക് പണ്ട് ഈ നരസിംഹം കണ്ടപ്പോൾ ആ ഒരു ഫീൽ എനിക്കൊന്ന് കുറേ നാൾ നമ്മുടെ ലാലേട്ടൻ്റെ മൂവീസിലൊന്നും അങ്ങനത്തെ ഒരു എൻട്രി ഒന്നും കുറേ കാണിച്ചില്ല. ഒബ്വിയസ്ലി ലൂസിഫറിലൊക്കെ കാണിച്ചു, പുലിമുരുകത്തിലൊക്കെ കാണിച്ചു. പക്ഷേ ഇതിൻ്റെ അകത്ത് ലാലേട്ടൻ്റെ ഒരു നരസിംഹം കണ്ടതിൻ്റെ ഒരു ഫീലൊക്കെ എനിക്ക് വന്നു. ഒരു രക്ഷയില്ല മാൻ, ഒരു രക്ഷയില്ല. പക്ഷേ നമ്മുടെ ലൈക്ക പ്രൊഡക്ഷൻസൊക്കെ ഇതിൻ്റെ അത് കാണിക്കുന്നുണ്ട്. സോ എന്താ സംഭവം? എനിക്ക് തോന്നുന്നു ലൈക്ക പ്രൊഡക്ഷൻസ് ആദ്യം മുതലേ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ടൊക്കെയാണോ അതോ അവർ പാർഷ്യൽ ആയിട്ട് ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും അവരുടെ പേര് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ട് പറയാനുള്ള പൃഥ്വിരാജ് എനിക്ക് തോന്നുന്നു ലാലേട്ടനെ നമുക്ക് കാണിച്ചു തന്നു. ലൂസിഫറിൽ ശരിക്കും കാണിച്ചു തന്നായിരുന്നു, അതേപോലെ ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ട്രെയിലർ ലാലേട്ടൻ ഫാൻസ് കാണുവാണെങ്കിൽ അവർക്ക് ഒരു പക്ക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു വീഡിയോ ആണിത്. ഒരു രക്ഷയില്ല മാൻ, ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കാണാൻ കൊതിക്കുന്ന ഒരു ലാലേട്ടൻ, അതിനെ നമ്മൾ ഇന്ന് സ്ക്രീനിൽ കണ്ടു. നമ്മുടെ രാജുവേട്ടൻ നമുക്ക് കാണിച്ചു തന്നു. മലയാളത്തിൻ്റെയൊക്കെ KGF, നമ്മൾ KGFന് വേണ്ടി KGF 2-നൊക്കെ ഒരു വെയിറ്റ് ചെയ്ത പോലെ, പിന്നെ നമ്മുടെ ബാഹുബലി അതിനൊക്കെ വെയിറ്റ് ചെയ്ത പോലെ മലയാളത്തിലെ KGF എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. ഒരു രക്ഷയില്ല. പ്രൊഡക്ഷനായാലും പിന്നെ അടിപൊളി ഫ്രെയിംസാണ് കേട്ടോ എല്ലായിടത്തും. എനിക്കൊന്ന് പല സ്ഥലത്ത് പുള്ളി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസാണ്. പിന്നെ ഡയലോഗ്സ് അത് പറയണം, ഒരു രക്ഷയില്ല. മുരളി ഗോപി തന്നെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ, പിന്നെ സ്റ്റോറി റൈറ്റിങ്ങും സ്ക്രീൻ പ്ലേ ഡയലോഗ്സ് എല്ലാം മുരളി ഗോപി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അത് ടൊവിനോയും മഞ്ജു വാര്യരും കൂടെ ഒരു സീനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവരറിയാത്ത എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. അപ്പോൾ എനിക്കൊന്ന് അവിടെ നിന്നാണോ ഫ്ലാഷ് ബാക്ക് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഐ തിങ്ക് ദേ ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ഹൂ മോഹൻലാൽ ഈസ്. എന്നിട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഗെസ് ദ മൂവി. ഡയറക്ഷൻ വൈസ് എനിക്ക് തോന്നുന്നത് ലൂസിഫറും ബ്രോഡാഡിയിലെ പോലെ പക്ക ഡയറക്ഷൻ ആയിരിക്കും ഇതിലും എനിക്ക് തോന്നുന്നത്. ബ്രോഡാഡിയുടെ ഡയറക്ഷൻ ഡിബേറ്റബിൾ ആണ്, പക്ഷേ ആ ഒരു കോമഡി ജോണറിൽ ആ ഒരു പക്ക ഒരു ഡയറക്ഷൻ അതിൻ്റെ അത് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് എമ്പുരാൻ അതിനേക്കാളും ഒബ്വിയസ്ലി മേളിലായിരിക്കും. ലൂസിഫറിൻ്റെ പ്രൊഡക്ഷനേക്കാളും ഇത് IMAX റിലീസും കൂടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ ക്വാളിറ്റി 100% അതിനേക്കാളും മേളിലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പടം കാണാം. ഐ കാൺ വെയിറ്റ്. ഞാനെന്തായാലും 27th തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. 27th 11:30 ഷോ ഞാൻ മാഞ്ചസ്റ്ററിൽ കാണുന്നുണ്ട് ഷോ. ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ വിഷ്വൽ ട്രീറ്റ് ഫോർ ഓൾ മോഹൻലാൽ ഫാൻസ്. വേറെ കാര്യം പറയാനുള്ളത്, നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് കുറേ അവരുണ്ട്. അവരുടെയൊക്കെ ഇപ്പം ഹിന്ദി ആക്ടേഴ്സൊക്കെ ആയാലും അവരുടെ തന്നെ പക്ക ഒരു ഹിന്ദി ആക്സെൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവരെ കൊണ്ട് തന്നെയാണ് ഡയലോഗ് പറയിപ്പിച്ചേക്കുന്നത്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഹിന്ദി സ്പീക്കിംഗ് ആൾക്കാരായിരിക്കും ഡയലോഗ് പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് അത്രയും ഫ്ലുവൻസി ഉണ്ട്. ബിക്കോസ് പല പടത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ട് അവർ ഹിന്ദി പറയുമ്പം ഒരു മലയാളം അതിൻ്റെ അത് ചോവയുണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും അല്ല ചെയ്തേക്കുന്നത്, പക്ക പ്രൊഡക്ഷനാണ്. ഇംഗ്ലീഷ് ആക്ടേഴ്സ് ആയാലും പക്ക അവരുടെയൊക്കെ അതേപോലത്തെ സൗണ്ടൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്തായാലും ഒരു രക്ഷയില്ല മാൻ, ഐ കാൺ വെയിറ്റ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കീപ് സപ്പോർട്ടിങ് ആൻഡ് ഐ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.